നമസ്കാരം. പതിരും കതിരും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്. അളിയൻ ചെന്നൊരു പുളിയെ കയറി, അളിയൻ്റെ അളിയനും ഒപ്പം കയറി, അളിയനും അളിയനും ഒത്തു പറഞ്ഞു, അളിയാ പുളിയാ പുളിയാണളിയ. ഒരു തട്ടുകേട് വന്നപ്പോൾ കണ്ടോ ആ അളിയന്മാരെല്ലാം ഒന്നായി. മുകേഷിൻ്റെ രാജിക്കാര്യവും ചോദിച്ച് സുരേഷ് ഗോപിയുടെ പ്രതികരണം എടുക്കാൻ ചെന്ന മാധ്യമങ്ങൾക്ക് ഓണസദ്യ ഉണ്ണാതെ തന്നെ വയറു നിറഞ്ഞു. ഒന്നാന്തരം തീറ്റയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്, കുഴച്ചടിച്ചോ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി സംഹാരരുദ്രനായി. ആ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. ഒറ്റക്കൊമ്പ് വല്ലാതെ വിറച്ചു. ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടുകാര്യവും, ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ ഓഫീസ് കാര്യവും, അമ്മയുടെ യോഗത്തിൽ നിന്നിറങ്ങുമ്പോൾ അവിടുത്തെ കാര്യവും ചോദിക്കണമെന്നായി സുരേഷ് ഗോപി. എന്തെങ്കിലും ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ വാലിൽ പിടിച്ച് ഞാലാൻ ചെല്ലുന്ന മാധ്യമങ്ങൾക്ക് താക്കീതായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ആ തീപാറുന്ന വാക്കുകൾ. ഓടിച്ചെന്നവർ കരുതിയത് മുകേഷ് എത്രയും വേഗം രാജിവെക്കണമെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ശത്രുത ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി തീർക്കുമെന്നായിരുന്നു. അതാണ് അവർ തമ്മിലുള്ള സ്നേഹം. ഇനി കാണുന്ന സംഘടന ഉണ്ടാക്കിയതും അതിലാദ്യം അംഗമായതും സുരേഷ് ഗോപിയാണ്. അതിനെ തകരാതെ സൂക്ഷിക്കേണ്ടത് സുരേഷ് ഗോപിയുടെ ധർമ്മമാകുന്നു. അമ്മയെപ്പറ്റി വല്ലതും പറഞ്ഞാൽ ഞാൻ തന്തയ്ക്ക് വിളിക്കുമെന്ന് ന്യൂസ് റീഡറോട് പറഞ്ഞ ധർമ്മജൻ ബോൾക്കാട്ട് ചെയ്യുന്നതും തൻ്റെ ധർമ്മമാണ്. കോൺഗ്രസ്സുകാരനായ ധർമ്മജനും BJP-കാരനായ സുരേഷ് ഗോപിയും കമ്മ്യൂണിസ്റ്റുകാരനായ മുകേഷും കേരള കോൺഗ്രസ്സായ ഗണേശും അമ്മയുടെ കാര്യം വരുമ്പോൾ ഒന്നാണ്. അതാണ് അവരുടെ ശക്തി. അല്ലാതെ പിണറായി വിജയൻ്റെ മകളുടെ അക്കൗണ്ടിൽ ഇത്തിരി കാശ് എവിടെ നിന്നെങ്കിലും വന്ന് വീണാലുടൻ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന VD സതീശൻ്റെയും കുഴൽനാടൻ്റെയും സ്വഭാവമല്ല അവർക്ക്. സുരേഷ് ഗോപിയാണ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമെന്ന് പറഞ്ഞ് ആരാധിച്ചു നടന്നവർക്ക് ഇക്കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് കണ്ട് ഒരു മഞ്ഞളിപ്പുണ്ടാവുക സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിത്തല്ലാനും തലകീറാനും എതിരാളികളെ തെറി പറയാനും നടക്കുന്നവർക്ക് നല്ല ഒന്നാന്തരം പാഠമാണ് സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പ്രകടനം. തൊട്ടു പിന്നാലെ K. സുരേന്ദ്രൻ പ്രസ് മീറ്റ് നടത്തി മുകേഷിനെ ശത്രുവായി പ്രഖ്യാപിച്ചു. സുരേഷ് ഗോപിയുടെ മുകേഷ് സ്നേഹം നാളെ തങ്ങൾക്ക് ഗുണമാകില്ലെന്ന് BJP മനസ്സിലാക്കി. ഒന്നിനു പുറകെ ഒന്നായി സുരേഷ് ഗോപി എടുക്കുന്ന നിലപാടുകളെല്ലാം BJPയുടെ നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ സുരേന്ദ്രൻ കുറേ പ്രസ് മീറ്റുകൾ വിളിക്കേണ്ടി വരും. ഞാനാണ് പാർട്ടിയുടെ തലയെന്ന് അദ്ദേഹം ഇന്നും പ്രഖ്യാപിച്ചു. സുരേഷ് ഗോപിയുടെ നിലപാട് എന്തായാലും BJP മുകേഷിനെ വിടാൻ തയ്യാറല്ല. ആരാധകർക്ക് ഇപ്പോൾ ജൂൺ 4-ന് മുമ്പുള്ള സുരേഷ് ഗോപിയെ കാണാനേ കിട്ടുന്നില്ല. കേന്ദ്രമന്ത്രി പദം പോലും പുല്ലുപോലെ വലിച്ചെറിയാൻ മുട്ടി നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ഇപ്പോൾ സിനിമയാണ് എല്ലാത്തിലും വലുത്. സുരേഷ് ഗോപി നൊയമ്പുകഞ്ഞി വടിച്ചു നക്കിയ കഥ പറഞ്ഞ് ഗണേശൻ ആക്ഷേപിച്ചപ്പോൾ ആരാധകർ വല്ലാതെ തിളച്ചെങ്കിലും സുരേഷ് ഗോപി വല്ലതും പറഞ്ഞോ? അവരെല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റായി. എന്നാലും ഇന്ന് സുരേഷ് ഗോപി കലിതുള്ളിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളുടെ ചങ്കത്ത് കുത്തുന്നതായിരുന്നു. ഈ മാധ്യമങ്ങളല്ലേ ഇന്നലെ വരെ അങ്ങയുടെ സൽകീർത്തികളും സൽക്കർമ്മങ്ങളും ജനങ്ങളിലെത്തിച്ചത്. എന്നെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞ് ഓടിയ ഗണേശനെ പോലെയല്ല സുരേഷ് ഗോപി. തിരിഞ്ഞു നിന്ന് പൊരുതിക്കളയും. അമ്മയുടെ കാര്യം വന്നപ്പോൾ കണ്ടില്ലേ, അവർ കൊല്ലത്തുകാർ 3 പേരും ഒന്നായി. കണ്ണൂരുകാരായ നമ്മുടെ പിണറായി വിജയനും K. സുധാകരനുമൊക്കെ ഇത് കണ്ടുപഠിക്കണം.